പാടിയിട്ടുള്ളത്? 2 പാട്ട്. 2 പാട്ട് പാടിയുള്ളൂ. അത് കെട്ടിയും തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, കെട്ടിയും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 ഇല്ല 3 പാട്ട് 5 പാട്ടല്ലോ. ഇൻഫാക്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പറഞ്ഞത് ഇവൾ നിർബന്ധം 2 പാട്ട് എനിക്ക് എന്തായാലും പാടണം. ആ പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്കിതൊരു ബ്രേക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു പറയണം. കാരണം ഞാൻ ടീം വർക്ക് മുമ്പ് പറഞ്ഞതാണ്. എന്താ വെച്ചാൽ വാവ വയറ്റിലിരിക്കുന്ന സമയം അപ്പൊ പെയിൻ തുടങ്ങി. മുൻപ് ഇവൾ പാടിയായിരുന്നു, പക്ഷെ അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഞാനും അൽഫോൻസും കുറച്ച് ഫീൽ ചെയ്തപ്പോൾ കുറച്ച് ചേഞ്ചസ് വേണം. പിന്നീട് നമുക്കത് ട്രാക്ക് എടുക്കാം. പിന്നെ അത് പിന്നീട് നമുക്ക് അമ്മ വെച്ചിട്ട് പാടാന്ന് വെച്ചാൽ സമയം ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, ഫസ്റ്റിലേന്ന് തിരിച്ച് പാടണം, എന്താ ചെയ്യാൻ? ഇവൾക്ക് വേദന തുടങ്ങി ഹോസ്പിറ്റലിൽ പോകണം. ഒരു ദിവസം തിങ്കളാഴ്ച പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയി ഈവനിങ് വരെ ഇരുന്ന് ഫുള്ള് പാടിയിട്ട് അൽഫോൻസ് പറയാ, എന്റെ ജീവിതത്തിൽ ഇതാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഡയറക്റ്റ് കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അല്ല ശരിക്കും കോറസ് പാടിയോ? ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അതായത് എന്റെ വാവ പുറത്തു വരുന്ന മുൻപ് നമ്മളോട് ഒരു ക്രിയേഷൻ, ഒരു പാട്ട്, ആ ഒരു പാട്ടൊന്ന് പാടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മനോഹരമായ ഗാനം പാടിയത് പിന്നെ സ്ക്രീനില് ബാല വേറൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന കണ്ടപ്പോൾ ഉമ്മ കൊടുത്തിട്ട് അഭിനയിക്കുന്ന കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇതിലും വലിയ ഉമ്മ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ വേറെ പടത്തിൽ. അതുകൊണ്ട് ഇതൊന്നും ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു പ്രശ്നമില്ല കേട്ടോ വീട്ടില്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പാട്ട് സഹിക്കാൻ പറ്റുന്ന ഉമ്മയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ഉമ്മ അല്ല, ഇവരുടെ അച്ഛന് പറയാ, ഞങ്ങൾ വീട്ടിലിരുന്ന് സോങ് കാണിക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. പടം ഫുള്ള് അടിപടം, ആക്ഷൻ പടം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലവ് സീൻ അച്ഛനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ കുറെ സീൻസ് ഒക്കെ വരണം അച്ഛൻ. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് പടമായിട്ടാണ് കാണേണ്ടത്. എന്നെ കുറിച്ച് അത്രയും ഒരു കോൺഫിഡൻസ് ആണ്. എന്ത് തോന്നി അവർക്ക്? എന്ത് തോന്നി അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അഭിനയിച്ചിട്ട്? നല്ലായിരുന്നു. ഇല്ല ഇക്ക, ഞാൻ അത് ഒരിക്കലും പറയാറില്ല. അത് ചേട്ടന്റെ വർക്കാണ്. അപ്പൊ അതിന് ഞാനൊന്നും. പക്ഷെ ചോദ്യങ്ങൾ കുറെ ചോദ്യം. എന്ത് ചോദ്യം ചോദിക്കും? അത് എത്ര പേരുണ്ടായിരുന്നു കൂടെ സെറ്റില്? എല്ലാവരും പുറത്തിലാക്കിയിട്ടാണ് ഈ സീൻ എടുത്തത്? ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. ക്യാമറ ട്രിക്കാണോ? ക്യാമറ ട്രിക്കാണോ? അത് പ്രത്യേകിച്ച് ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എന്റെ 12th സ്റ്റാൻഡേർഡിൽ പോലും ഫൈനൽ എക്സാമിലെ ഇത്ര ചോദ്യങ്ങൾ, ഇത്ര ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഈ നമിതയോടെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. പടത്തില് സീൻ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ അത് ഒരു സീനുണ്ട്, നമിത അവരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ നമിതാവ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ തിരിയണം, തിരിച്ചിങ്ങനെ പറഞ്ഞ റിയാക്ഷൻ കണ്ടോ? അപ്പഴേ മനസ്സിലായി. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, മാസ്റ്റർ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു, കൈ മാത്രം ഇങ്ങനെ. മാസ്റ്റർ എന്താണ്? ഇല്ല, ഇങ്ങനെ നോക്കി ഇങ്ങനെ തിരിഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ മാസ്റ്റർ ആര് ഹീറോയിൻ അറിയാവോ? ഇല്ല, പല കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വരും കണ്ടോളൂ. ഇപ്പൊ നമിത വന്നത്. അയ്യോ, ശരി എന്നാലും വാശയായി. ശരി ഞാൻ എടുക്കാം നമിത. നീ എടുത്ത് ഒരു വാശിയിലോ, ഒരു ഹീറോ അല്ലേ, കുറച്ചെങ്കിലും ചാട വേണ്ടേ? ഇത് പറഞ്ഞ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു. നമ്മളപ്പോ ഫിലിം ഇല്ലല്ലോ, കട്ട് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു കിറങ്ങി 2 കിറങ്ങി ഏകദേശം ഒരു 5 പ്രാവശ്യം കിറങ്ങി താഴെ വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു ടേക്ക് കൂടെ എടുത്താലോ? സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അവസാനം ചോദിച്ചു, നമിത എത്ര കിലോ? ഞാനൊരു 70 കിലോ ആണ്. ഞാൻ പറഞ്ഞു, കുറച്ചെങ്കിലും മനസ്സാക്ഷി വേണം, കൈയും കാലും കൂടെ കൂട്ടിയിട്ട് പറയണം. ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ച് വന്നപ്പോൾ ഇവിടെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ പൊക്കിയത്? അത്രയും സ്നേഹമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? എങ്ങനെയാണ്? കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ക്യാമറ ട്രിക്കാണോ? ഞാൻ കണ്ടു, എന്നെ കൊണ്ടുപോയി. പിന്നെ ക്യാമറ ട്രിക്കൊക്കെ ഞാൻ കണ്ടു. ഈ എന്നെ പറ്റിക്കാൻ ബാല നായകനായിട്ട് അഭിനയിക്കുന്നതാണോ വില്ലനായിട്ട് അഭിനയിക്കുന്നതാണോ ഇഷ്ടം? നായകനായിട്ട് അഭിനയിക്കുന്നത്. ഈ കുറെ പടങ്ങളില് വില്ലൻ വേഷം ചെയ്തു. ആ വില്ലൻ വേഷം ചെയ്ത സിനിമകളിലൊന്നും ഇഷ്ടമായില്ല? അല്ല, അങ്ങനല്ല. ഒരു ആക്ടർ എന്ന് പറയുമ്പം എല്ലാം ചെയ്യാനായിട്ടുള്ള ഇത് വേണമല്ലോ. ആക്ടർ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ വില്ലൻ നല്ല ക്യാരക്ടർ വരുമ്പോൾ ചേട്ടൻ ചെയ്യണം എന്നാ ഞാൻ പറയുള്ളൂ.
പക്ഷെ എനിക്ക് നായകനായിട്ട് കാണാനാണ്. ഓക്കെ, ഈ ഷോ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബാല വരുന്ന ഷോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവസാനം ബാലയും നാദൃശ്യക്കും എല്ലാവരും കൂടെ പാവപ്പെട്ട അമൃതയായിട്ട് റാഗ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇനി ഞാൻ കൂടി ചോദിച്ചാൽ എന്റെ ചോദ്യങ്ങൾക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ് വേണ്ടത്. അതായത് ഇറ്റ്സ് ലൈക്ക് അതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. ഭാര്യയിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്വഭാവം. ഇഷ്ടമില്ലാത്ത കാര്യം കുറച്ച് ലേസി അത്രയും. അമ്മായിമ്മയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത അത് എന്താ വെച്ചാൽ കൈ വയ്യാണ്ടുണ്ട്. അങ്ങനെ എപ്പൊക്കെ വയ്യാണ്ടിരിക്കുമ്പോ അപ്പോഴാണ് കൂടുതൽ ജോലിയൊക്കെ എടുക്കുന്നത്, കൂടുതൽ കെയറൊക്കെ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ്. അല്ലല്ല, പിന്നീട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണ്ടേ, ഷൂട്ടിങ്ങിനിടയ്ക്ക് കൊണ്ടുപോകണ്ടേ. ഇന്നും അത് വേണ്ടിയാ കൊണ്ടുപോയത് അല്ലേ രാഹുലിന്റെ. അമ്മായിച്ചന്റെ അതായത് ഈ ഫാദർ ഇൻ ലോയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവം. ഇഷ്ടമുള്ളതാ? ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഞാനും പുള്ളിയും ഇപ്പൊ എനിക്കും എന്റെ അച്ഛനും ഏജ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഐ എം ദി യംഗസ്റ്റ്. അപ്പോ ഒരു ഡിഫറൻസ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എനിക്കും എന്റെ അമ്മയുടെ അച്ഛനൊക്കും ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. അതായത് വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. മറ്റേ മൂവിയുടെ കാര്യം പറഞ്ഞ പോലെ അതെ, നല്ല ഏജ് ഡിഫറൻസ് വന്നപ്പോഴേ നിങ്ങൾ തമ്മിൽ എന്ത് ഏജ് ഡിഫറൻസ് വന്നു? അത് പറഞ്ഞ ചേട്ടന്റെ ഏജിനെ എല്ലാവരും അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 12th പഠിക്കുമ്പോ തന്നെയാ ഈ പുള്ളിക്കാരി 12th പഠിച്ചതെന്ന് പറഞ്ഞുള്ള ഒരു അറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇല്ല, ശരിക്കും ആക്ച്വലി ഞാൻ ഭയങ്കര ചെറുതാ, ചേട്ടന് കൊറേ 6 വയസ്സ് ഡിഫറൻസ് ആണ്. എനിക്ക് 16 അവൾക്ക് 22. 6 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? എനിക്ക് 16. കുറച്ച് വരുന്ന അതിലൊക്കെ ഇല്ല, ഒന്നുമില്ല. ഇത് എന്താ പറയാ, തമിഴ് ചുമ്മാ അല്ലല്ല, ചുമ്മാ പറഞ്ഞതാ. ഒന്നുമില്ല, ഡിഫറൻസ് 8 ഇയേഴ്സ് ആണ്. ബാലയുടെ പെൺ സൗഹൃദങ്ങളില് അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? അതില് എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? ഇത്രയും സൗഹൃദം വേണ്ട എന്നുള്ള തോന്നിയിട്ടുണ്ട് എപ്പോഴും? അല്ല, ഭാര്യയുടെ അടുത്ത ചോദ്യം. ഒരിക്കലില്ല. ഇല്ല ഇല്ല നിങ്ങൾക്ക് പോകുമ്പോ ഞാൻ നമ്പർ തരാം കേട്ടോ, ഫ്രണ്ട്സ് ആക്കി. ഇല്ല കാരണം ഞങ്ങൾക്കിപ്പം സത്യം പറഞ്ഞാൽ അതൊരു വലിയ പ്ലസ് പോയിന്റ്. ഇപ്പൊ എനിക്കും അത്യാവശ്യം നമ്മുടെ ഫീൽഡിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. ചേട്ടന്റെ ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്റെയും ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ ജാമ്യം എടുത്ത് ഫോണൊക്കെ ഇതായിട്ട്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കും, അതുണ്ട്. ചോദ്യം ചോദിക്കും. ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനമായിട്ട് മറ്റുള്ള അത് ഭാര്യയുടെ ഒരു ധർമ്മല്ലേ, ഉപചോദ്യങ്ങൾ വരും. അപ്പൊ ഞാനിപ്പോ നല്ലൊരു അഡ്വൈസ് തരാം. നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നാണ് പ്രശ്നം. ഫോണ് കയ്യിൽ കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അതാണ് ഇപ്പൊ ഞാനാണല്ലോ കേൾക്കുന്ന. അതിനുശേഷമാണ് എനിക്ക് ഫോൺ കോൾ വിളിക്കുന്നത് കൂടിയത്, ഇങ്ങോട്ട് ഇൻകമിംഗ് കോൾസ് ഗേൾസ് വിളിക്കുന്നത് കൂടിയത്. അത് ഹെൽപ്പ് ചെയ്തത് അമ്മയാണ്. അമൃത ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, സിനിമയിലും അല്ലാതെ. അതിൽ ബാലയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്കിപ്പോ അമൃത പാടിയ പാട്ട്. അമൃത പാടിയതല്ല, ഇപ്പൊ എന്റെ പടമായതുകൊണ്ടല്ല. ഇപ്പോ അകലെ എന്നറിയില്ലല്ലോ ഒരു സോങ് പാടിയായിരുന്നു നമ്മളുടെ ഹിറ്റ് ലിസ്റ്റ്. ആ പാട്ട് പാടിയപ്പോ എനിക്ക് തോന്നി ഓക്കെ, നല്ല പാട്ടാണ്. ഇങ്ങനെ 2 ലാംഗ്വേജിലാണ് ചെയ്തിട്ടുണ്ട്, മലയാളം ആൻഡ് കന്നഡ. കന്നഡയിൽ അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി അത് പാട്ട് കേട്ട് എല്ലാം ഇഷ്ടപ്പെട്ട് എന്റെ ബിസിനസ് ലേഞ്ചൊക്കെ കുറച്ച് കൂടിപ്പോയി. അത്രയും നല്ല ഒരു മാജിക് ഉണ്ട് ആ പാട്ടിൽ. അൽഫോൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു മാജിക്കൽ സോങ്. തീർച്ചയായിട്ടും. അപ്പൊ ആ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാം. രണ്ടുപേരുടെ ഒരു ഡ്യൂറ്റ് പാടും. മാരേജിന് ശേഷം പാടാറില്ല, മാരേജിന് മുമ്പ് പാടരുത്, അപ്പം പാടാറില്ല. ഹായ് ബാല, ഹായ് അമൃത, ഞാൻ വിഷ്ണു. ബാലയുടെ സിനിമകളൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ നല്ല ഫാൻസാ. ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ഡയറക്ഷനിലേക്കൊക്കെ ഇറങ്ങിയല്ലേ, അതെന്താ ഡയറക്ഷനിലേക്ക് വന്നേ? അഭിനയ സാധ്യത പറഞ്ഞോണ്ടാണോ, അതോ ന്യൂ ജനറേഷനിൽ എല്ലാവരും കൂടി ഡയറക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ബാല അത് തീരുമാനിച്ചിറങ്ങിയതാണോ? ഇല്ല, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി ഫ്ലറിഷിംഗ് പീരീഡ്. 2012 ഈ കൊല്ലത്തിന് ഏറ്റവും കൂടുതൽ മലയാള പടങ്ങൾ ഇറങ്ങിയത് 2012. അപ്പോ എന്നെ പോലൊക്കെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും
ഒരുപാട് പേര് എല്ലാ മേഖലയിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? ഇപ്പൊ എന്റെ പടത്തിൽ വർക്ക് ചെയ്ത എത്രയോ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒക്കെ ഇപ്പൊ പ്രൊഡ്യൂസറായിരുന്നു. അതേപോലെ ആക്ടേഴ്സ് എല്ലാം ഇപ്പോൾ ഡയറക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നന്നായി വരട്ടെ, പടങ്ങൾ വിജയിക്കട്ടെ. ലെറ്റ് ദ ഇൻഡസ്ട്രി ഫ്ലറിഷ്. ഓക്കെ ബാല അഭിനയിച്ച ചെമ്പട എന്ന സിനിമ, ഈ സിനിമയില് നജീം അർഷാദ് പാടിയ മനോഹരമായ ഒരു ഗാനമുണ്ട്. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ് ബാല? അവിടെ ഡയറക്ടർ തന്നെ റോബിൻ തിരുമല. പക്ഷെ ആ റോബിൻ തിരുമല വേറൊരു പേരിലാണ് സംഗീതം ചെയ്തത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്വന്തം പേരിടാതെ വേറെ ഒരു അപരനാമത്തിൽ അറിയപ്പെട്ടതെന്ന് എനിക്കറിയില്ല. നല്ല സുഹൃത്താണ് എന്റെ. ആ പേരാണ് ഞാൻ ചോദിച്ചത്. ആ പേര് ഓർമ്മയില്ല. ഈ സ്വന്തം പേര് നല്ല പേരാണ്, ചീത്ത പേരല്ല. പിന്നെന്തിനാണ് ഈ ആ ഒരു സംഗീത സംവിധാനത്തിൽ അങ്ങനെ ഒരു പേരിട്ടത്? അതേ ചോദ്യം ഞാൻ ചോദിച്ചു, അതിന്റെ കറക്റ്റ് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പേര് ഓർത്തിട്ടില്ല. ആ പേര് ഇല്ല, ഓർമ്മയില്ല. റോബിൻ തിരുമല മുസാഫിർ എന്ന് പറഞ്ഞ മുസാഫിർ എന്ന് പറഞ്ഞ പേരിലാണ് പടത്തിൽ മ്യൂസിക്. അറിയോ ഇതൊന്നും? അല്ല, ശരിക്കും ഈ പാട്ട് റോബിൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ നജീമേട്ടനും കൂടെ പാടാനായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അതിൽ ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റിയത്. അത് ബാലയുടെ ഭാഗ്യമായിട്ട് തോന്നുന്നു, അല്ലാതെ എന്താ തോന്നുന്നു? ഫീൽ ചെയ്യുന്നു ശരിക്കും ആ പാട്ടില്ലായിരുന്നു. കുറച്ചുകൂടെ മാരേജ് നേരത്തെ ആയിരുന്നു. ഏன்னா അത് അടുത്ത പടം വേനൽ മരത്തിലെ പാടി, അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത്.